2010 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ ഓരോ വിഭാഗത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ആരൊക്കെയാണെന്ന് നോക്കുകയാണ് ഈ വീഡിയോയിലൂടെ. മികച്ച നടൻ, നടി, സംവിധായകൻ, തിരക്കഥാകൃത്ത്, മലയാളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച യുവതാരം, മലയാളത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ താരം ആരാണ്, മലയാളത്തിലെ ഈ കാലഘട്ടത്തിലുണ്ടായ മികച്ച സിനിമ ഏതൊക്കെയാണ് എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭാഗത്തിലേക്ക് വോട്ട് ചെയ്യാനായിട്ട് ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോയാൽ അവിടെ അതിനുള്ള ഓപ്ഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നടൻ എന്ന രീതിയിൽ വലിയ ഉയർച്ച തേടിയ, കഴിഞ്ഞ പതിറ്റാണ്ടിൽ മലയാളികളെ അമ്പരപ്പിച്ച 3 പേരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആദ്യത്തെയാൾ ഇന്ദ്രൻസ്. ബോഡി ഷെയ്മിങ് തമാശകളാൽ മുദ്രകുത്തപ്പെട്ട് നിന്നെടുത്തെന്നും തൻ്റെ ചെറിയ ശരീരത്തിലെ വലിയ നടനെയും മനുഷ്യനെയും മലയാളികൾക്ക് മുന്നിൽ കാണിച്ചു തന്നുകൊണ്ടാണ് ഇന്ദ്രൻസ് എന്ന നടൻ കഴിഞ്ഞ ദശകത്തോട് വിട പറഞ്ഞത്. അടുത്തത് സുരാജ് വെഞ്ഞാറമൂട്. പ്രേക്ഷകരെ ആവോളം വെറുപ്പിച്ചതിന് ശേഷം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ നടനാണ് സുരാജ് വെഞ്ഞാറമൂട്. 2014 മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയപ്പോൾ കളിയാക്കിയവർ പോലും ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് മുന്നിൽ കൈയടിക്കുന്നു. ഈ പതിറ്റാണ്ടിൻ്റെ അവസാന വർഷമായ 2019 മികച്ച നടൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഭൂരിഭാഗം പേർക്കും ഒരു ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ: സുരാജ് വെഞ്ഞാറമൂട്. മൂന്നാമത്തെയാൾ ജോജു ജോർജ്. 15 വർഷത്തോളം പല സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് റോളുകൾ ചെയ്യുക, മുഖ്യധാര മലയാള സിനിമയുടെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുക, എന്നിട്ടും എങ്ങും എത്താതെ പോയാൽ പലരും നിരാശരായി മടങ്ങുകയാണ് ചെയ്യാറ്. എന്നാൽ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും ചെറിയ ചെറിയ റോളുകളിലേക്കും അവിടുന്ന് മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ ഒരു അത്ഭുതകരമായ യാത്രയായിരുന്നു ജോജു ജോർജിൻ്റേത്. ഈ പതിറ്റാണ്ടിൻ്റെ അവസാന വർഷങ്ങളിൽ ജോസഫിൻ്റെ ആത്മസംഘർഷങ്ങളും കാട്ടാളം ബുർജുവിൻ്റെ ചങ്കൂറ്റവും ഒരേ നടനിലൂടെ നമ്മൾ കണ്ടാസ്വദിച്ചു. ആ 2 കഥാപാത്രങ്ങൾ മാത്രം മതി ജോജു എന്ന നടൻ്റെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു നടൻ തന്നെയാണ് ജോജു. ഈ കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ട ഒരാൾ തന്നെയാണ് വിനായകനും. ഇന്ദ്രൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ബോഡി ഷെയ്മിങ് തമാശകളാൽ ഒരു ഭാഗത്ത് തളച്ചിട്ടിരുന്ന വിനായകൻ എന്ന നടൻ ഒരുപക്ഷെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട കാലഘട്ടം കൂടിയാണ് 2010 മുതൽ 19 വരെയുള്ളത്. മാസ് ആയാലും കോമഡി ആയാലും അതിൻ്റെ പെർഫെക്ഷനോടുകൂടി ചെയ്തു വലിപ്പിക്കാൻ കഴിയുന്ന ഒരു മികച്ച നടൻ തന്നെയാണ് ഇന്ന് വിനായകൻ. കഴിഞ്ഞ ദശകത്തിലെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഫീൽഡ് ഔട്ടായി എന്ന് തോന്നിയ ഒരു നടനാണ് ജയറാം. തൻ്റെ അതിവിദഗ്ധമായ സിനിമാ സെലക്ഷൻ ഒന്നുകൊണ്ട് മാത്രം ഫീൽഡ് ഔട്ടായി എന്ന് പറയാൻ കഴിയുന്ന നടനാണ് ജയറാം. കഴിവും ഈ പ്രായത്തിലും മോശമല്ലാത്ത ശരീര സൗന്ദര്യവും ഉണ്ടായിട്ടും മോശം സിനിമാ തെരഞ്ഞെടുക്കലിലൂടെ സ്വയം കുഴി തോണ്ടി ആ കുഴിയിൽ വീഴാതിരിക്കാനായി അവസാന കച്ചിത്തുരുമ്പിൽ പിടിച്ചു കിടക്കുന്നയാളാണ് ജയറാം. തൻ്റെ സിനിമാ സെലക്ഷന് അടിപൊളി മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ അത് കരിയറിൻ്റെ തന്നെ അവസാനത്തിന് കാരണമായേക്കാം. ഒരു കലാകാരൻ എപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ കാലത്തെ അതിജീവിച്ച് നിലനിൽക്കാൻ കഴിയൂ. അവിടെ ഞാൻ പത്രം വായിക്കാറില്ലെന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു നടനിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനുമില്ല. മികച്ച തിരക്കഥാകൃത്ത്. ഒരുപാട് യുവ എഴുത്തുകാർ കടന്നു വന്ന ഒരു കാലഘട്ടം കൂടിയാണ് കഴിഞ്ഞുപോയത്. അതിൽ വ്യത്യസ്തമായ പ്രമേയങ്ങളുടെ തിരഞ്ഞെടുപ്പിലൂടെയും മികച്ച എഴുത്തിലൂടെയും ശ്രദ്ധ നേടിയ ആളാണ് ശ്യാം പുഷ്കരൻ. ഒരു എഴുത്തുകാരൻ എന്നതിലുപരി ഒരു വ്യക്തി എന്ന നിലയിലും തൻ്റെ നിലപാടുകളിലൂടെ സാന്നിധ്യം അറിയിക്കുകയും കൂടെ ചെയ്തു അദ്ദേഹം. ഒരുപക്ഷെ മലയാളികൾ കാത്തിരുന്ന തരത്തിലുള്ള ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് വരികയും ചെയ്തു. മികച്ച സംവിധായകൻ. വ്യത്യസ്തമായ സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ ഒരു ഫാൻ ഫോളോവിങ് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധായകനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. ഭൂരിപക്ഷ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം എടുക്കുന്ന സിനിമകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് തനിക്ക് ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള സിനിമകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നയാളാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. നമ്മുടെ പഴയകാല ഡയറക്ടറായ IV ശശിയെ പോലെ തന്നെ ക്രൗഡിനെ കൺട്രോൾ ചെയ്തെടുക്കുന്ന ഷോട്ടുകളിലുള്ള അദ്ദേഹത്തിൻ്റെ വൈവിധ്യം എടുത്തു പറയേണ്ടതാണ്. യുവ സംവിധായകർക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. ഇനി വരുന്ന വർഷങ്ങളിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സിനിമകളുമായി മുന്നോട്ട് വരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. കഴിഞ്ഞ പതിറ്റാണ്ടിലെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ജനപ്രിയ സിനിമ ഏതാണെന്ന് നോക്കാം. മലയാള സിനിമയുടെ കൂട് പൊളിച്ച് പുറത്തേക്ക് പോയ ചിത്രമാണ് ദൃശ്യം. ഇന്ത്യയിലെ തന്നെ മറ്റു ഭാഷകളിലേക്കും ഇന്ത്യക്ക് പുറത്ത് ചൈനീസ് പോലുള്ള ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ട ഒരുപക്ഷെ ആദ്യ മലയാള ചിത്രം. ഒരു മലയാള സിനിമയ്ക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന പരിമിതികളെ മറികടന്ന ചിത്രം കൂടിയാണ് ദൃശ്യം. നല്ലൊരു ത്രില്ലറിനെ മികച്ച രീതിയിൽ ഫാമിലി ഡ്രാമയുമായി കൂട്ടിക്കലർത്തിയതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വലിയൊരു വിജയം നേടാൻ ദൃശ്യത്തിന് സാധിച്ചത്. കാമ്പുള്ള കഥയും അഭിനേതാക്കളുടെ മികച്ച പ്രകടനവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഏറ്റവും മികച്ച ജനപ്രിയ ചിത്രമായ ദൃശ്യത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ്. കഴിഞ്ഞ ദശകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഇൻട്രസ്റ്റിംഗുമായ ഒരു കഥാപാത്ര നിർമ്മിതിയാണ് പ്രാഞ്ചിയേട്ടൻ. ആവശ്യത്തിലേറെ സ്വത്തും പണവും ഉണ്ടായിട്ടും ഒരു നല്ല പേര് ലഭിക്കാൻ
എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരാളായി മാറാനായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രാഞ്ചിയേട്ടൻ. അത്തരക്കാരെ വിശേഷിപ്പിക്കാൻ ഉതകുന്ന ഒരു വാക്കായി തന്നെ പ്രാഞ്ചിയേട്ടൻ മാറി എന്നുള്ളത് തന്നെയാണ് ആ കഥാപാത്രത്തിൻ്റെ മികവ്. അത്രയ്ക്ക് ശക്തവും ആഴവുമേറിയ ഒരു കഥാപാത്ര നിർമ്മിതി തന്നെയായിരുന്നു പ്രാഞ്ചിയേട്ടൻ. അതിനോടൊപ്പം തന്നെ മമ്മൂട്ടി എന്ന അതുല്യ നടൻ്റെ പ്രകടനം കൂടി ചേർന്നപ്പോൾ പ്രാഞ്ചിയേട്ടൻ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായി മാറി. മലയാളത്തിലെ ഏറ്റവും മികച്ച യുവതാരം. കഴിഞ്ഞുപോയ പതിറ്റാണ്ടിന് മുമ്പ് മലയാളത്തിൽ യുവരക്തത്തിൻ്റെ അളവ് നന്നേ കുറവായിരുന്നു. 2010 ശേഷമാണ് പല യുവതാരങ്ങളും മലയാള സിനിമയിലേക്ക് കടന്നു വരികയും അവരുടേതായ സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തത്. 2019 അവസാനിക്കുമ്പോൾ ഒരു നടൻ എന്ന രീതിയിലും താരമെന്ന രീതിയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചയാൾ നിവിൻ പോളിയാണ്. തൻ്റെ സിനിമകളിലൂടെ ഒരു വലിയ ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കാനും പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിനെ നേടിയെടുക്കാൻ സാധിച്ച ഒരു നടൻ തന്നെയാണ് നിവിൻ. ഇന്ന് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് പവറുള്ള ഒരു യുവതാരം കൂടിയാണ് നിവിൻ പോളി. വ്യത്യസ്തമായ കഥാപാത്ര പരീക്ഷണങ്ങളിലൂടെ തൻ്റെ ഉള്ളിലെ നടനെ തേച്ചു മിരിക്കാനും നിവിൻ ഈ കാലഘട്ടത്തിൽ സാധിച്ചു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു മൂത്തോൻ. തൻ്റെ നിലപാടുകൾ കൊണ്ട് പലപ്പോഴും പ്രേക്ഷകരുടെ അപ്രീതി പിടിച്ചു പറ്റുകയും എന്നാൽ അതേ പ്രേക്ഷകരെ കൊണ്ട് തന്നെ തൻ്റെ മികച്ച പ്രകടനത്തിലൂടെ കൈയടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നടിയാണ് പാർവതി. മഞ്ജു വാര്യരെ പോലെ അതിപ്രശസ്തയായ ഒരു നടിയുടെ തിരിച്ചുവരവിലൂടെ സാക്ഷിയായ പതിറ്റാണ്ടിൽ പോലും മികച്ച കഥാപാത്ര തിരഞ്ഞെടുപ്പുകളിലൂടെയും മികച്ച സിനിമകളുടെ ഭാഗമായിക്കൊണ്ടും ഏറ്റവും മികച്ച നടി എന്ന ലേബൽ സ്വന്തമാക്കുകയാണ് പാർവതി. പാർവതിക്കെതിരായി നടന്ന പല സൈബർ ആക്രമണങ്ങളും അവരുടെ പ്രകടനത്തിന് മുമ്പിൽ ഇല്ലാതായിപ്പോയി. കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും മികച്ച നടി തന്നെയാണ് പാർവതി എന്ന് നിസ്സംശയം പറയാം. ഇനി പറയാനുള്ളത് മലയാളത്തിലെ മികച്ച നടനെക്കുറിച്ചും മലയാളത്തിലെ ഏറ്റവും വലിയ താരത്തെക്കുറിച്ചുമാണ്. ഇനി ആദ്യം മലയാളത്തിലെ മികച്ച നടൻ ആരാണെന്ന് നോക്കാം. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകൾക്കിടയിൽ മമ്മൂട്ടിയും മോഹൻലാലുമല്ലാതെ മറ്റൊരു നടൻ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിട്ട് പോലുമില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്യാറ്. അഭിനയത്തിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പിൻഗാമിയെ തേടിക്കൊണ്ടിരുന്ന മലയാള സിനിമയിലേക്ക് ഒരിക്കലും മലയാളി തിരിച്ചു വരരുതെന്ന് ആശീർവദിച്ച് കൂകിയോടിച്ച ഒരു നടൻ തിരിച്ചു വന്നു. തൻ്റെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ സിനിമയിലൂടെ ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനത്തിലൂടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറിയ ഫഹദ് ഫാസിൽ. ശാരീരിക അഴകളവുകളെക്കാൾ ഉപരിയായി തൻ്റെ അഭിനയസിദ്ധി ഒന്നുകൊണ്ട് മാത്രം മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ ഫഹദ് ഫാസിൽ തന്നെയാണ് കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും മികച്ച നടൻ. മലയാളത്തിലെ ഏറ്റവും വലിയ നടൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് പല ഉത്തരങ്ങളുണ്ടാവും. എന്നാൽ ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ താരം ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ: മോഹൻലാൽ. അതിന് ഏത് അളവുകോൽ വെച്ച് അളന്നാലും ഏത് ത്രാസി വെച്ച് തൂക്കിയാലും അതിനപ്പുറമുള്ള ഒരു ഉത്തരം ഇന്ന് മലയാള സിനിമയ്ക്കില്ല. ഈ കഴിഞ്ഞുപോയ ദശകത്തിൽ മോഹൻലാൽ എന്ന നടനേക്കാൾ വളർന്നത് മോഹൻലാൽ എന്ന ബ്രാൻഡാണ്. മലയാള സിനിമയുടെ തലവര തന്നെ മാറ്റിമറിച്ച ചിത്രങ്ങളായ ദൃശ്യം, പുലിമുരുകൻ, ലൂസിഫർ എന്നിവയും മോഹൻലാൽ എന്ന നടനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ താരത്തിന് മുൻഗണന നൽകിയ ചിത്രങ്ങളാണ്. ഇന്ന് മലയാളത്തിലെ ഭൂരിഭാഗം റെക്കോർഡുകളും അദ്ദേഹത്തിൻ്റെ കൈവശമാണ്. മോഹൻലാലിൻ്റെതായി വരാനിരിക്കുന്ന സിനിമകളുടെ ബഡ്ജറ്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ താരത്തിൻ്റെ വളർച്ചയെ കാണിക്കുന്നതിലെ പ്രധാന സൂചന. ഈ അടുത്ത് പുറത്തിറങ്ങിയ മോശം സിനിമയായ ഇട്ടിമാണി പോലും ലാഭത്തിൻ്റെ കണക്കുകൾ പറയുന്നിടത്താണ് മോഹൻലാൽ എന്ന താരത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനോടൊപ്പം കുറച്ച് വിഷമത്തോടു കൂടിയാണെങ്കിലും പറയട്ടെ, മോഹൻലാലിലെ മികച്ച നടനെ വീണ്ടും കാണാനുള്ള ഒരു ഭാഗ്യം നമ്മൾ മലയാളികൾക്ക് ഉണ്ടാകുമെന്നും ഈ ദശകത്തിൽ പ്രതീക്ഷിക്കുന്നു. വരാനിരിക്കുന്ന കുഞ്ഞാലി മരക്കാർ, ലൂസിഫർ 2ാം ഭാഗം എന്നിവ വിജയങ്ങൾ ആവർത്തിച്ചാൽ ഈ ദശകത്തിലും മലയാളത്തിലെ ഏറ്റവും വലിയ താരമായി മോഹൻലാൽ നിലനിൽക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുമല്ലോ. ഈ വീഡിയോയിൽ പറഞ്ഞ ഓരോ വിഭാഗത്തിലും നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ പോവുക, അല്ലെങ്കിൽ ലൈവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, ബെൽ ബട്ടൺ ഓൺ ആക്കി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വിഷയമായി കാണാം.